സ്ലോ പ്രോഗ്രഷൻ ആയിരുന്നു ഞാനും ശ്രീധും തമ്മിലാണെങ്കിൽ പറയുന്നത്. എനിക്ക് അവനെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. എന്നെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു കോംബോസ് ലൈക്ക് അത് എനിക്ക് രീതിയിൽ കോംബോ ടിപ്പിക്കലി ഒബിയസ്ലി ലൈക്ക് എനിക്കറിയില്ല ഞങ്ങൾ എപ്പോഴും ഫ്രണ്ട് ആയാലും ലൈക്ക് 1 to 2 വീക്ക് ഒരു സ്ലോ പ്രോഗ്രഷൻ ആയിരുന്നു ഞാനും ശ്രീധും തമ്മിലാണെങ്കിൽ പറയുന്നതാണെങ്കിൽ ലൈക്ക് കോംബോ എന്ന രീതിയിലൊന്നും പ്രതീക്ഷിച്ചൊന്നുമല്ല. ഞാൻ എന്റെ ഓഡിഷനും പറഞ്ഞത് എങ്ങനെ ഇവൻച്വലി ഹാപ്പൻ ചെയ്ത് വി ഹാവ് ഗുഡ് ബോണ്ട്, കുറെ കാര്യങ്ങൾ സിമിലാരിറ്റി ഉണ്ട്. ലൈക്ക് ഇത്രയൊരു മനസ്സിൽ നമ്മുടെ കൂടെ ഒരാൾ നിൽക്കുന്ന പറഞ്ഞ വലിയൊരു കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മളിപ്പം പുറത്താണ് ഫ്രണ്ട്സിൽ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ പുറത്ത് വരും. ഇത് 24/7 നമ്മൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ കൂടെ ഒരാൾ നിൽക്കുക നമ്മുടെ അപ്പൻ ഗെയിമിന്റെ പെർസ്പെക്റ്റീവ് പല ചിന്തിക്കലാണ്. നമ്മൾ ലൈക്ക് സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ അത് ശ്രീധു ആണെങ്കിലും സിജു ആണെങ്കിലും പല ആൾക്കാരാണെങ്കിലും ലൈക്ക് വെരി ഏറ്റവും കൂടുതൽ ബിഗ് ബോസിൽ വോട്ട് കിട്ടിയത് താങ്കൾക്കാണ്. ഞാൻ തന്നെ ഇല്ല ചേട്ടാ, ഞാൻ ഇങ്ങനെ പ്രതീക്ഷകൾ വെച്ചില്ല. ഞാൻ എന്നെ മാത്രം പ്രതീക്ഷിച്ച് വന്ന ഒരാളാണ്. അപ്പം ഞാൻ പുറത്തെ ഇങ്ങനെ ആൾക്കാർ വിചാരിക്കുമെന്ന് ഞാൻ കൺസേൺ അല്ലായിരുന്നു. ലൈക്ക് അവരെപ്പോ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ പോകും, അതിന് ഞാൻ ബാധ്യസ്ഥനാണ്. അപ്പം ആ വോട്ട് കിട്ടിയതില്ല ഞാൻ തന്നെ വാവും. മീൻ അറിയില്ല, മീൻ ഹാപ്പനിങ് ഫിനാലിൽ എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് എന്നാണ് പറയുമ്പോൾ നിസാര വോട്ടുകൾക്കാണ് ഒരു കപ്പ് നഷ്ടപ്പെട്ടെന്ന് അതും അങ്ങനെയും കേൾക്കുന്നുണ്ട്. അതിൽ അത് ഇല്ല, ഞാൻ ഒന്നിലും ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ ഓരോ എനിക്ക് കിട്ടുന്ന എല്ലാവരും ബോണസ് ആണ്, അല്ല ലൈഫ് ബ്ലെസ്സിങ് ആയിട്ട് കാണുന്നത്. ഇപ്പൊ ഇതിലിപ്പം ഞാൻ പറയാം, ഇപ്പൊ ജയിച്ച ആൾ തോറ്റ ആളൊന്നും 25 പേരും ജയിച്ച ആൾക്കാണ്. 25 ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റീസ് എല്ലാവരും രക്ഷപ്പെടുത്താൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പം ഞാൻ തോറ്റു അല്ല ആൾ ജയിച്ചെന്നെങ്കിൽ എല്ലാവരും എഫേർട്ട് ഇട്ടു. അറ്റ്ലാസ്റ്റ് ഒരാളുടെ എഫേർട്ടിന് ഒരു പൊടിക്കോ അല്ലെങ്കിൽ ഒരു എത്ര എനിക്കറിയില്ല, എന്നെ നോക്കിയില്ല. ഐ മീൻ കൺസേൺ അല്ല ആക്ച്വലി. എത്ര ഞാൻ ആ ഒരു അവിടെ നിന്ന മൊമെന്റിൽ ഞാനത് നോക്കിയിട്ടില്ല. കൺസേൺ അല്ല എത്ര ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. എനിക്ക് കിട്ടാവുള്ള കിട്ടും ഞാൻ പ്രതി. ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡിസേർവ്ഡ് ആണ്, എനിക്ക് കിട്ടും. ഡെസ്റ്റിനി, ഐ ബിലീവ് ഇൻ ഡെസ്റ്റിനി. സോ പുറത്തുനിന്ന് കാണുന്ന പോലെ അത്ര സിമ്പിൾ ആണ് ഐ മീൻ സിമ്പിൾ. ബിഗ് ബോസ് സിമ്പിൾ അല്ല ആക്ച്വലി. ബിഗ് ബോസ് വേറൊരു പ്ലാനറ്റ് ആണ്. അത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അത് എത്ര പറഞ്ഞാൽ നമ്മൾ തള്ളുമെന്ന് വിചാരിക്കും. ഒരു പുറത്തെ സ്വപ്നം പോലും വരത്തില്ല എന്നെ പൊന്നെ. ഞാൻ റിവ്യൂ ചെയ്തിട്ടില്ല. നമ്മള് ഞാൻ അത് കണ്ടിട്ട് സായിയൊക്കെ ആണെങ്കിൽ കൊത്തിരണ്ട് വീഡിയോസ് മാത്രമേ കണ്ടു. എനിക്ക് അവനെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. എന്നെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് അവൻ നല്ലൊരു ഗുഡ് ഫ്രണ്ടാന്ന് എനിക്ക് മനസ്സിലായത്.